എല്ലാ കൂട്ടർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കാത്ത രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു അടുപ്പ് കത്തിച്ച് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ കടുക്, ഒരു സ്പൂൺ ഉലുവ രണ്ടും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. നന്നായി വറുത്തെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് എടുത്ത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. വീണ്ടും ഒരു പാൻ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഒരു 150 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 150 ഗ്രാം നമ്മൾ കഴുകി വൃത്തിയാക്കി ആ വെളുത്തുള്ളി മുങ്ങാൻ മാത്രമുള്ള വെളിച്ചെണ്ണ നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. ഒരു മീഡിയം ലോ ഫ്ലെയിമിലൊന്നും ഇടേണ്ട, ഒരു മീഡിയം ഇട്ടിട്ട് ചെറിയ ചോപ്പ് വരുമ്പോൾ നമുക്കിത് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് 2 ഭാഗങ്ങളാക്കാം. ഈ ഒരു രീതിയിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇത്ര ഒരു നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു എന്താ പറയുക, ഒരു ലൂസിൽ ആക്കി കിട്ടണം. അപ്പോൾ ഇനി നമുക്കിത് 2 ഭാഗങ്ങളാക്കാം. പകുതി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. വീണ്ടും നമ്മളെ എണ്ണ നമ്മൾ ഒന്നുകൂടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് കടുക് നമ്മൾ അതിലേക്ക് നേരെ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ പേസ്റ്റ്, വെളുത്തുള്ളിയുടെ പേസ്റ്റ്, നമുക്ക് കടുകൊക്കെ പൊട്ടിയിട്ട് നമുക്ക് ആ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ചെറുതായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതൊരു 10 റുപ്യേൻ്റെ പാക്കാണ്. നമ്മൾ അങ്ങനെ തന്നെ ആ ഒരു 10ൻ്റെ പാക്ക് അങ്ങനെ പൊട്ടിച്ച് അതിലേക്ക് ഇടാണ്. വേറെ മുളകും പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. എരി നിങ്ങൾക്ക് കമ്മിയാണ്, ഇത് തന്നെയാണ് ഒരു മീഡിയം എരി. അപ്പോൾ ഇനി നമുക്ക് എരി കൂട്ടണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കൂടി മുളക് പൊടി, നാടൻ മുളക് പൊടി ഇട്ടാൽ മതി. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല ടൈറ്റില്ല പുളിവെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റില്ല പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി നമുക്കിതിലേക്ക് നേരെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിപ്പിച്ച് വെച്ച നമ്മളെ കടുകും ഉലുവയും പൊടിച്ച് വെച്ച ആ ഒരു പൊടി കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര, നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയിട്ട് നല്ല ഇടാൻ നോക്കാം. നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ, അതൊരു ചെറിയൊരു മൈനസാണ്. ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂട്ടിയിട്ട് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് സാമ്പാർക്ക് ഉപയോഗിക്കുന്ന നമ്മൾ കായപ്പൊടി സാമ്പാർക്ക് ഉപയോഗിക്കുന്ന കായപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ആ ഒരു മൂടിയിൽ തന്നെ നമ്മൾ ഒരു ലേശം എടുത്ത് കായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. നല്ലതുപോലെ തിളക്കുമ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൽ ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കാൻ. ഇതൊന്ന് നന്നായി ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമുള്ളൂ ഈ ഒരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ. നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെളുത്തുള്ളി അച്ചാറാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ആൺ ചെയ്യുക. ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരണം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.